അഫാനെക്കുറിച്ച് എന്തായെന്ന് കുറേയധികം ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിലൊക്കെ. അഫാനെക്കുറിച്ച് എന്തായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും കേസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അഫാൻ്റെ ഉമ്മയാണെങ്കിൽ ഉമ്മയെടുത്ത് ഓരോ കാര്യങ്ങൾ പോലീസ് ചോദിക്കുന്നു, അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അഫാൻ ഈ കടങ്ങളൊക്കെ അവൻ്റെ ആവശ്യത്തിന് ലക്ഷറി ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തതാണ്, അല്ലാതെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. ദൂർത്തടിക്കാൻ വേണ്ടി മാത്രമാണ്, അതും ഫുള്ളായിട്ട് ദൂർത്തടി. അതിനുവേണ്ടി സ്വന്തം കാമുകിയുടെ മാലയൊക്കെ കൊണ്ടുപോയി പണം വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനത്തുള്ള കാര്യങ്ങളെ കൊണ്ടാണ് ഈ ഒരു നിലയിലേക്ക് എത്തിയേക്കുന്നത്. എന്തായാലും ഉമ്മ ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ ഈ ഒരു അഫാൻ്റെ കാര്യത്തിൽ കടുത്ത ശിക്ഷ തന്നെ കിട്ടാനുള്ള ചാൻസാണ് കൂടുതൽ എന്നാണ് പറയുന്നത്. നമുക്കൊരിക്കലും അതിൽ കുറഞ്ഞൊരു ശിക്ഷ കൊടുക്കണമെന്നുള്ളൊരാഗ്രഹമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത്ര ക്രൂരമായിട്ടാണ് ഓരോരുത്തരെ അവൻ കൊന്നത്. ആ ഒരു കൊലപാതകം ചെയ്തതിനുള്ള ശിക്ഷ അവന് കിട്ടണം. അതും ചെറിയ ശിക്ഷയൊന്നും കിട്ടിയാൽ പോരാ, അത്ര ക്രൂരമായിട്ടുള്ള ശിക്ഷ തന്നെ കിട്ടണം. അതെന്തായാലും കോടതി കൊടുക്കുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ആ ഒരു പ്രതീക്ഷ തന്നെ നടക്കട്ടെ എന്നുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം പോലീസ് തെളിവും കാര്യങ്ങളും സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിൽ പോലും ഇത് ഫുള്ളായിട്ട് എന്താണ് എന്നുള്ളൊരു കാര്യം ഡൗട്ട് പോലീസിനുണ്ടായിരുന്നു. അത് ഇപ്പോൾ ഉമ്മ ഷെമി സംസാരിച്ചതോടെ അതിനെക്കുറിച്ചും ഫുള്ളായിട്ടുള്ള ഡൗട്ടും കാര്യങ്ങളും മാറി വരികയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഉമ്മയായിട്ടുള്ള ഷെമിക്ക് നേരെയും കുറേയധികം ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു മകൻ്റെ കൂടെ സപ്പോർട്ടിനുണ്ടായിരുന്നോ എന്നുള്ളൊരു കാര്യം മെയിനാണ്. ഇവർ എല്ലാം കൂടെ ചേർന്നാണോ ഈ കടവും കാര്യങ്ങളൊക്കെ ആയത് എന്നുള്ള വേറൊരു ഡൗട്ടും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഉമ്മ പറയുന്നതിൽ കുറച്ചധികം കാര്യങ്ങൾ അത്ര മിസ്മാച്ചും ആണ് എന്നുള്ള കാര്യങ്ങളും അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇനിയും തുടരിനെക്കുറിച്ചുള്ള അപ്ഡേറ്റിന് വന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അഫാൻ്റെ കേസിൻ്റെ കാര്യം. എന്നാലും ഇപ്പോഴും കേസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അഫാന് നേരെയുള്ള തെളിവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേനും അതിനെക്കുറിച്ച് അപ്ഡേറ്റ് വരുന്നതായിരിക്കും. അത് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് അറിയണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ അറിയത്തുള്ളൂ. സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.